എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസാണ്. ഇതൊരു പേപ്പർ ഫ്ലവർ വേസാണ്. അപ്പോൾ സാധാരണ പേപ്പറുകൾക്ക്, കളർ പേപ്പറിനോ ചാർട്ട് പേപ്പറിനോ അധികം കട്ടി ഉണ്ടാവാത്തതുകൊണ്ട് ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു കവറായിട്ട് കിട്ടിയ ഒരു കാർട്ടൺ, അതിൻ്റെ ആ കട്ടി പേപ്പർ വെച്ചിട്ട് ആദ്യം ഒരു ഫ്ലവർ വേസിൻ്റെ ബേസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കളർ പേപ്പറും പിന്നെ ഡെക്കറേറ്റീവ് ടേപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചുറ്റി നല്ല ഭംഗിയാക്കി എടുക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ ആ കട്ടി പേപ്പറിൻ്റെ ബേസ് അകത്തും പുറത്തും കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒട്ടിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പെർഫെക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ ഡെക്കറേറ്റീവ് ടേപ്പും കൂടി ഒട്ടിച്ച് അത് നല്ല ഭംഗിയാക്കി എടുക്കും. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ കളർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ സിഗ്സാഗായിട്ട് മടക്കി അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഭംഗിയായിട്ട് വെക്കും.
കണ്ടില്ലേ, ഇപ്പോൾ അതും കൂടെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇനി നമുക്കൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി അതിൻ്റെ നടുക്കായിട്ട് ഫിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ കുറച്ച് നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സ്ക്വയർ പേപ്പർ മടക്കുക, എന്നിട്ട് നമ്മൾ വരച്ചിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കേർവ്ഡായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പെറ്റൽ കിട്ടും. ഞാനിപ്പോൾ ഇത് കുറച്ച് ഒരു ലൈൻ പോലെ വരയ്ക്കുകയാണ്, അപ്പോൾ വെട്ടുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതേപോലെ ഒരു ഷാർപ്പ് എഡ്ജസാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ ഫ്ലവറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഫ്ലവറിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലും ഇതേപോലെ സെയിം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടും കൂടെ ഫിക്സ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ നടുക്ക് ഒരു പേളും കൂടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആവും. ഇതേപോലത്തെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് 2 സൈഡിലായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ഫ്ലവർ വേസും റെഡിയാവും. അങ്ങനെ നമ്മുടെ ഫ്ലവർ വേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു ടൈം കൺസ്യൂമിംഗ് ആണ്, എന്നാലും അതിൻ്റെ അവസാനം അതിൻ്റെ റിസൾട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ, ടേക്ക് കെയർ.